السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തതായി നമ്മളെല്ലാവരും മനസ്സിലാക്കിയ മലക്കുകളിലുള്ള വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ മലക്കുകളുടെ ഡ്യൂട്ടികളും അവരുടെ ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും എന്തൊക്കെയാണ് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് മീകായിൽ അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഈ രണ്ട് മലക്കുകൾ ഏതെല്ലാം പ്രവൃത്തികൾ കൊണ്ട് അള്ളാഹു അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കഴിഞ്ഞാൽ രണ്ടാമതായി എണ്ണപ്പെടുന്ന ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അറിയപ്പെടുന്ന ഒരു മലക്കാണ് മീകായിൽ അലൈഹിസ്സലാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി നമ്മളൊക്കെ ചെറുപ്പകാലം മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ്. വഹുവൽ മലക്കുൽ മുഅക്കൽ ബിൽ ഖത്രി വ ഇൻസാലിൽ അംതാർ. മഴ വർഷിക്കുക, അതുപോലെ തന്നെ കാറ്റടിക്കുക, കാറ്റ്, മഴ, ഇടി, മിന്നൽ, അതുപോലെ തന്നെ മേഘങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മലക്കാണത് എന്ന്. മലായിക്കത്തുകളുടെ കൂട്ടത്തിലെ ഈ മലക്കിൻ്റെ പ്രവർത്തന ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിൽ അദ്ദേഹത്തിന് ചില സഹായികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഇത് വിശദീകരിക്കുന്നിടത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. കാറ്റിൻ്റെ നിയന്ത്രണം, അതുപോലെ തന്നെ മേഘങ്ങൾ, മഴമേഘങ്ങളും അല്ലാത്ത മേഘങ്ങളുമൊക്കെ അത് ചലിപ്പിക്കലും, അതുപോലെ തന്നെ അതിനെ അതിൻ്റേതായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക, ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് കൊണ്ടുപോവുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അതിൻ്റേതായ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മീകായിലിനെ പലതവണ കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള, അതേപോലെ തന്നെ മീകായിൽ അലൈഹിസ്സലാമിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യത്തിലുള്ള പേടി എത്രത്തോളമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതുമായ ഒരു റിപ്പോർട്ട് നമ്മൾ കേൾക്കുന്നത് ഈ വിഷയം ഗ്രഹിക്കുവാൻ കൂടുതൽ നമുക്ക് എളുപ്പമാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അവിടുന്ന് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. ജിബ്രീലിനോട് നബിതങ്ങൾ ചോദിക്കുകയാണ്, മാലി ലം അറ മീകായിൽ ളാഹികൻ ഖത്തു ഖാല മാ ളഹിക മീകായിലു മുൻദു ഖുലിഖത്തിൻ നാർ. എന്താണ് അതിൽ പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബിതങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ജിബ്രീലെ, മീകായിലിനെ ഇന്ന് വരെ ഞാൻ ചിരിക്കുന്നതായി കണ്ടിട്ടില്ലല്ലോ, ഒരിക്കലും മീകായിൽ ചിരിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നൽകിയ മറുപടി, മാ ളഹിക മീകായിലു, മീകായിൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടേയില്ല. ഏത് മുതൽ? മുൻദു ഖുലിഖത്തിൻ നാർ, നരകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ മീകായിൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടേയില്ല എന്ന്. അപ്പം ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം. മീകായിൽ അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പ് സ്വർഗ നരകങ്ങളുടെയൊക്കെ സൃഷ്ടിപ്പിൻ്റെ മുമ്പേ നടന്നിട്ടുണ്ട് എന്നുള്ളതാണല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ നരകം സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ശേഷം മീകായിൽ ചിരിച്ചിട്ടേയില്ല എന്ന് ജിബ്രീൽ പറയുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് ആ ഒരു കാര്യം കൂടി നമ്മെ അറിയിച്ചതിലൂടെ നമ്മൾ ഗ്രഹിക്കേണ്ടത് ഇത്രത്തോളം ശക്തരായ മലക്കുകളിൽ പെട്ടവരാണല്ലോ മീകായിൽ അലൈഹിസ്സലാം. നരകത്തെ ഓർത്തുകൊണ്ട് അതിൻ്റേതായ ഭയാനകതയെ ഓർത്ത് മീകായിൽ അലൈഹിസ്സലാം പോലും ഭീതിയിലായിരുന്നു, ചിരിച്ചിട്ട് പോലുമില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മൾ നരകത്തെക്കുറിച്ച് ഭയമുള്ളവരായിരിക്കണം, നരകാഗ്നിയെ സംബന്ധിച്ച് എത്രത്തോളം അള്ളാഹുവിനോട് കാവൽ തേടണം, നരകത്തിയിൽ പ്രവേശിക്കാൻ കാരണമായി തീരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ എത്രത്തോളം സൂക്ഷ്മത പാലിച്ച് അകന്നു നിൽക്കണം
ഇതൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു മലക്കാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് പരിചയമുള്ളത് ഇസ്രാഫീൽ അലൈഹിസ്സലാം. അതാരാണ്? വൽ മലക്കുൽ മുവക്കൽ ബിൻ നഫ്ഖി ഫിസ്സൂരി. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ലോകത്തിന്റെ മുഴുവൻ നാശം ഒരു സൂർ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ കാഹളത്തിലുള്ള ഊത്തോടുകൂടെയാണ് ലോകത്ത് സർവനാശം സംഭവിക്കുക. പിന്നീട് ആ സർവനാശത്തിന്റെ ശേഷം വീണ്ടും പുനർനിർമ്മാണം നടക്കും. എല്ലാവരെയും വീണ്ടും ഹയാത്താക്കും മഹ്ശറിലേക്ക്. ആ സമയത്തും ആരുടെ ഊത്താനുണ്ടാവുക? ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിലൂടെ ഊതിക്കൊണ്ടാണ്. ഇങ്ങനെ രണ്ട് സമയങ്ങളിലും സൂർ എന്ന കാഹളത്തിലൂടെ ഊത്ത് നിർവഹിക്കുന്ന മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ്. അദ്ദേഹത്തിന്റെ പേര് പരിശുദ്ധ ഖുർആനിൽ ഇല്ല, എന്നാൽ ഹദീസുകളിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട് താനും. നമ്മൾ രാത്രി നമസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥനയായി ചൊല്ലുന്നൊരു പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. അല്ലാഹുമ്മ റബ്ബ ജിബ്രായീല വ മീകായീല വ ഇസ്രാഫീല എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയിൽ ജിബ്രീലിന്റെയും മീകായിലിന്റെയും പേരിന്റെ ശേഷം വ ഇസ്രാഫീല മൂന്നാമതായി ചേർത്ത് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സഹിഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന പേരാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. അദ്ദേഹത്തിന് ഈ ഒരു ഡ്യൂട്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ചില പണ്ഡിതന്മാർ അദ്ദേഹം അർശിന്റെ വാഹകരായ മലക്കുകളിൽ എണ്ണപ്പെടുന്ന മലക്ക് കൂടിയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്നുകൂടി രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. അപ്പോ ആ നിലക്ക് ഇതൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മറ്റു വിശദമായ കാര്യങ്ങളൊന്നും, അതിൻ്റെതായ കാര്യങ്ങൾ എന്താണോ പ്രമാണങ്ങളിൽ അവരെക്കുറിച്ച് വന്നത് അത് പറയുക, അത് വിശ്വസിക്കുക എന്നതിലപ്പുറം നമ്മുടേതായ ഊഹങ്ങൾക്ക് പ്രസക്തിയില്ലല്ലോ വിശ്വാസ കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മലക്കുകളെയും നമ്മൾ പരിചയപ്പെട്ടവരാണ്. അഥവാ നമുക്ക് എല്ലാവർക്കും ചെറുപ്പം മുതലേ പേര് അറിയാവുന്ന നബിമാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ആ ഇസ്രാഫീലിന്റെ പ്രവർത്തനം, ആ സൂർ എന്ന കാഹളത്തിലുള്ള ഊത്ത്, അതിൻ്റെ ഭീകരത, അതുപോലെ തന്നെ എല്ലാം ഇവിടെ തകർന്ന് തരിപ്പണമാകുന്നത്, വീണ്ടും മനുഷ്യരെല്ലാം മഹ്ശറിലേക്ക് പോകുവാൻ നിമിത്തമാകുന്ന ഊത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇസ്രാഫീൽ എന്ന മലക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓർക്കുമ്പോഴൊക്കെ നമ്മുടെയും മനോമുകുരങ്ങളിൽ തെളിയണം എന്നുള്ളത് മാനസികമായി തന്നെ നമ്മൾ പരലോക ജീവിതത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിന്റെ, അതിൻ്റെ ഭയാനകതയുടെ, എല്ലാ ആളുകളും എല്ലാവരും നെട്ടോട്ടമോടുന്ന ഒരു ദിനമാണത് എന്നുള്ള ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സുകളിൽ വരാൻ ഈ പ്രവാചകന്മാരുടെ പേരും അതുപോലെ തന്നെ അവരിൽ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളുമൊക്കെ നമുക്ക് പ്രേരകമായി തീരണം എന്നുകൂടി സാന്ദർഭികമായി ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കേണ്ട മുറപ്രകാരം അവൻ്റെ മലക്കുകളിലും വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.